ഈ വെയിലത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മാംഗോ ക്യാൻഡിയുടെ റെസിപ്പിയാണ്. പച്ചമാങ്ങ വെച്ചാണ് നമ്മൾ ഈ മാംഗോ ക്യാൻഡി ഉണ്ടാക്കുന്നുള്ളത്. ഇത് നമ്മൾക്ക് എത്ര കാലം വരെ വേണമെങ്കിലും ഇതുപോലെ സൂക്ഷിച്ച് വെക്കാം, ടിന്നിലിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെയാണ് നമ്മൾ ഈ മാംഗോ സ്വീറ്റ് ഇവിടെ ഉണ്ടാക്കുന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ 3 വലിയ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് ഞാൻ 250 ഗ്രാം മാംഗോ ക്യാൻഡിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വെയിലത്ത് നമുക്ക് പച്ചമാങ്ങ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ മാംഗോ സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നമ്മൾക്ക് ഷോപ്പിൽ നിന്നും വാങ്ങിക്കാതെയും നല്ല സ്വീറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ പച്ചമാങ്ങ ഒന്ന് തൊലിയൊക്കെ ഇതുപോലെ ചെത്തിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ 3 മാങ്ങ ഞാൻ തൊലിച്ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിക്കണം. ഇതുപോലെ പകുതിയാക്കിയതിന് ശേഷം ഒരേ ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. എല്ലാം ഒരേ ഷേപ്പിലാക്കി മുറിക്കാൻ ശ്രമിക്കണം. അധികം പറ്റുന്നത്ര അതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിത് കുറച്ച് വീതി കൂടുതലുള്ളതുകൊണ്ട് നടുവിൽ കൂടി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ. ഇങ്ങനെ മുറിച്ചെടുക്കാം. അധികം ചെറുതാക്കരുത്. ഇതുപോലെ മതി കേട്ടോ. കൂടുതൽ ചെറുതായാൽ ഇത് ഉണങ്ങി കഴിയുമ്പം തീരെ ചെറുതായിരിക്കും. ഇപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഏകദേശം ഒരുപോലെ ഉണ്ട് കേട്ടോ. അധികം വലുതുള്ളത് വേണം നമുക്ക് രണ്ടായി മുറിക്കാം. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാനായി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഈ മാങ്ങയെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. മുഴുവനായും തന്നെ ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മെല്ലെ ഒരു സ്റ്റിക്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം ഇളക്കി ഇത് പൊട്ടിപ്പോകരുത് കേട്ടോ. ഇതുപോലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഈ വെള്ളത്തിൽ ഒന്ന് മുങ്ങിക്കിടക്കുന്ന തരത്തിൽ ഇളക്കി കൊടുക്കാം. ഇനി 2 മിനിറ്റ് സമയം ഇതിലിട്ടതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ 2 മിനിറ്റ് സമയമായി. ഞാൻ ഇതിൽ നിന്ന് എല്ലാം കോരി എടുക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇപ്പം ഇനി ഇത് മുഴുവനായി തന്നെ നമുക്ക് അരിപ്പയിലേക്ക് കോരിയെടുക്കാം. ഇത് 2 മിനിറ്റിൽ കൂടുതൽ തിളപ്പിക്കരുത്. അപ്പം അധികം വെന്ത് പോവും. ഇത് അധികം വേവാൻ പാടില്ല. ഇതുപോലെ മാത്രമേ പാടുള്ളൂ കേട്ടോ. കൃത്യം 2 മിനിറ്റ് മതി. ഇപ്പോൾ ഇത് ഞാൻ മുഴുവനായും തന്നെ കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അരിപ്പയിലിട്ടിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ നിന്ന് കുറച്ച് പീസസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ അവസാനം പറയാം എന്തിനാണെന്നുള്ളത്. ഈ പീസസൊക്കെ വെന്തിട്ടുണ്ട്. എന്നാലും അധികം വെന്തുടയരുത് കേട്ടോ. ഇതിൽ ഒരു ഫോർക്കൊക്കെ കുത്തുമ്പോൾ ഇത് താഴ്ന്നു പോകണം. ആ ഒരു രീതിയിൽ മാത്രമേ ഇത് വേവാൻ പാടില്ല കേട്ടോ. അല്ലാതെ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഇത് ഉടഞ്ഞ് പൊട്ടിപ്പോകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറേശ്ശായി ചേർത്ത് ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. നമ്മൾ മുഴുവനായും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കണം. ഇനി പിറ്റേ ദിവസമാണ് നമ്മളിത് എടുക്കുന്നുള്ളത്. ഇപ്പോൾ ഇതാ പിറ്റേ ദിവസമായി കേട്ടോ. ഇപ്പോൾ ഈ മാങ്ങയൊക്കെ ഈ പഞ്ചസാരയിൽ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ. ഇനി ഇതിൽ നിന്നും ഓരോന്നായി നമുക്കിതുപോലെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് നിരത്തി കൊടുക്കാം. ഈ ഷുഗർ സിറപ്പിൽ നിന്ന് ഓരോന്നായി എടുത്ത് നമ്മൾ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തമ്മിൽ മുട്ടാതെ വേണം വെച്ച് കൊടുക്കാൻ. ഈ മാങ്ങയൊക്കെ സിറപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ആ ഷുഗർ സിറപ്പ് നമുക്കൊന്ന് അരിച്ചെടുത്ത് വെക്കാം. അതുകൊണ്ട് നമുക്ക് ഉപയോഗങ്ങളുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് അത് കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ 3 പ്ലേറ്റിലായിട്ടായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായത്. അത് ഇതുപോലെ വെയിലത്ത് വെച്ച് അതിൻ്റെ മേലെ നേരിയൊരു തുണി ഇതുപോലെ വിരിച്ചിട്ടാൽ മതി. ഇനിയിപ്പോൾ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ കുറച്ച് മാങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത്, അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മാങ്ങ ഇട്ട് വെച്ച ഷുഗർ സിറപ്പില്ലേ, നമ്മൾ അതിൽ നിന്നാണല്ലോ മാങ്ങ എടുത്തിട്ട് ആ പ്ലേറ്റിൽ വെച്ചത് ഉണങ്ങാനായിട്ട്. ആ സിറപ്പാണ് കേട്ടോ ഇത് ബാക്കിയുള്ളത്. അത് നമ്മൾ കളയരുത്, അതിന് നമുക്ക് ഉപയോഗമുണ്ട്. അപ്പോൾ ഈ മാങ്ങ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ച് കൊണ്ടുവരാം. ഈ പൾപ്പ് നമ്മൾ കുറച്ച് മാറ്റി എടുത്തിരുന്നല്ലോ നേരത്തെ വേവിച്ചത്, അത് ഞാനൊന്ന് അടിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിക്കിടക്കുന്നത്. നമ്മൾ തലേ ദിവസമായിരുന്നു കേട്ടോ ഇത് വേവിച്ച് വെയിലിന് വെച്ചത്. ഞാൻ പിറ്റേ ദിവസമാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ മാങ്ങ പൾപ്പ് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നേരിട്ട് ഞാനൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഈ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതുകൂടി ഒഴിച്ചു കൊടുക്കാം.
ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ജ്യൂസ് ഇഷ്ടം പോലെ നമുക്ക് വീട്ടിൽ ചിലവാകുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് റിലേറ്റീവ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ലൈമൊന്നും വീട്ടിലില്ലെങ്കിൽ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പം നമ്മൾക്ക് ഈ സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ ജ്യൂസും ഉണ്ടാക്കാൻ വീട്ടിൽ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ഞാൻ എങ്ങനെ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഇതാ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സബ്ജ സീഡ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്, കുതിർത്ത് വെച്ചത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് പുതിനയിലയും പിന്നെ ഈ പൾപ്പുണ്ടല്ലോ നമ്മൾ സ്ക്വാഷ് എടുത്ത് വെച്ചത്, അതിൽ നിന്നും ഒരു 3-4 സ്പൂൺ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മധുരം നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അധികം മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല തിക്ക് സിറപ്പാണ്, അപ്പോൾ നല്ല മാംഗോ ഫ്ലേവറും ഉണ്ട്. പിന്നെ നമ്മൾ പഴുത്ത മാങ്ങയുടെ ജ്യൂസിനേക്കാളും ടേസ്റ്റ് ഇതാണ് കേട്ടോ. എനിക്ക് നോക്കുമ്പോൾ ഇതാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ജ്യൂസാണ് കേട്ടോ. ഇത് ആർക്കും ഇഷ്ടമാവും, അത്രയും ടേസ്റ്റിയാണ് ലൈം ജ്യൂസിനേക്കാളും. ഇത് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് വെക്കണം, അപ്പോഴാണ് ഇത് നല്ലൊരു കളറ് വരും കേട്ടോ, നല്ലൊരു ഫ്ലേവറൊക്കെ വരും. ഇതിലേക്ക് കുറച്ച് പുതിന ഇല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്ക്വാഷ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറേ നാളത്തേക്ക് ഫ്രിഡ്ജിൽ കെടാകാതിരിക്കും. പിന്നെ വേണമെങ്കിൽ ഇതിലേക്ക് 2-3 ലൈമ് കൂടി പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ കുറച്ചും കൂടി അധികം നിൽക്കും കേട്ടോ, ചീത്തയാവാണ്ട്. കാരണം നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. ഇത് എനിക്ക് ഒരു 3-4 ദിവസത്തേക്കുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നും ചേർത്തില്ല കേട്ടോ, ചെറുനാരങ്ങ ഒന്നും ചേർത്തില്ല. ഇപ്പോൾ ഇതാ കണ്ടോ, കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മൾ നല്ല ജ്യൂസ് ഇതാ കറക്റ്റ് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ 2 ദിവസം കഴിഞ്ഞെടുക്കുകയാണ്. നന്നായി തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാൻ 3 പ്ലേറ്റിൽ ഉണക്കാൻ വെച്ചതാണ്. ഇപ്പോൾ ഇത് 2 പ്ലേറ്റിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഉണങ്ങി കഴിയുമ്പോൾ അത് കുറയും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. കാരണം ഇതിന് നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതായത് നന്നായി തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇനി വേണമെങ്കിൽ മസാലകൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വെയിലത്ത് വെക്കാം. പക്ഷേ എനിക്കിവിടെ ഇത്രയാണ് ഇഷ്ടം കേട്ടോ. കുറച്ചൊരു റബ്ബർ ആ ഒരു ടൈപ്പിലുള്ള സ്വീറ്റാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഉണക്കുന്നില്ല, 2 ദിവസം ഉണക്കിയതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ചാറ്റ് മസാല, ഇനി വേണ്ടത് 1 സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, ഇനി വേണ്ടത് 1 സ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ച മാങ്ങ പൊടി ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഈ വേനൽക്കാലത്ത് ഉണക്കി വെച്ചാൽ നമുക്ക് ഇതുപോലെ എല്ലാത്തിനും ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാലഡ്സൊക്കെ ഉണ്ടാക്കുമ്പോഴും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ ചാറ്റ് മസാല ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിലൊക്കെ നന്നായി ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല ഉണങ്ങിയ കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചാൽ കുറേ നാൾ വരെ നമുക്ക് ഇടാകാതിരിക്കും. ഞാൻ ഫ്രിഡ്ജിലൊന്നും അല്ല കേട്ടോ വെക്കുന്നത്, പുറത്ത് തന്നെയാണ് ഇത് വെക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ക്രിസ്പി ആണെങ്കിൽ ഇത് ഇപ്പോൾ അധികം ക്രിസ്പി അല്ല കേട്ടോ. ഇത് അധികം ക്രിസ്പി ആണെന്നുണ്ടെങ്കിൽ 1 ദിവസം കൂടി അധികം വെയിൽ കൊള്ളിച്ചാൽ മതി, നന്നായി തന്നെ ഉണക്കിയെടുത്താൽ മതി. എനിക്കിതുപോലെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്രയാകുമ്പോൾ വെയിലിൽ നിന്ന് എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഉണക്കിയെടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഈ പൊടി ഉണ്ടല്ലോ കുറച്ച് 1 ദിവസം വെയിലത്തിട്ടതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇതിലേക്ക് കോട്ട് ചെയ്ത് പിടിക്കുന്നുള്ളത്. അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.